നമ്മൾ മൊഡ്യൂൾ 4 ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. മൊഡ്യൂൾ 4-നകത്ത് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു. ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ തുടക്കമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു. അതായത് ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് എന്താണെന്ന് നോക്കി ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് പറയാം. ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പം അതിൻ്റെ നോർമൽ റെപ്രസെൻറ്റേഷൻ എന്താണ്? a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് ഇങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അന്നേരം നമ്മൾ പിന്നെന്താണ് അതിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് പറഞ്ഞു. സ്കെയിലിംഗ്, അഡീഷൻ, റൈറ്റ് ഷിഫ്റ്റിംഗ്, ഡിഫറൻസിയേഷൻ, അങ്ങനെ കുറച്ച് ഓപ്പറേഷൻസ് പറഞ്ഞു. സോ അന്നേരം ഇത് ജനറലായിട്ട് കുറച്ച് സീക്വൻസിൻ്റെയും ഇതാണ് സീക്വൻസ്, ഇതാണ് അതിൻ്റെ എക്സ്പാൻഷൻ, സോ ഇതാണ് അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്, അത് നിങ്ങൾ നോക്കി വെക്കാം. ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് നിങ്ങൾ കൂടെ കുറച്ച് ഹോംവർക്ക് ചെയ്യാൻ പറഞ്ഞായിരുന്നു. പക്ഷേ അത് ചെയ്യുന്നതിന് വേറെ കുറച്ച് മെത്തേഡ് കൂടെ ഉണ്ട്. അത് ഞാൻ ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. അപ്പം നമുക്കറിയാവുന്ന ഒന്നാണ് 1/1 മൈനസ് എക്സ് എന്ന് പറയുന്നത്. സോ എന്താണ് 1/1 - എക്സ്? സോ അന്നേരം നമ്മൾ ഇവിടെ നോക്കിയേ, ഇതാണ് നമ്മളുടെ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷനാണ് ഈ 1/1 - എക്സ് എന്ന് പറയുന്നത്. ഏത് സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്? 1 1 1 എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്. സോ അന്നേരം നിങ്ങൾക്ക് ഇതിൻ്റെ എക്സ്പാൻഷൻ എഴുതണം. എക്സ്പാൻഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ്? സോ അതായത് ഞാനിപ്പം ഒരു ജനറൽ ടേം എഴുതാം ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ. a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ്. സോ ഇങ്ങനെ പോകുന്നു. a0 പ്ലസ് a1x പ്ലസ് a2x സ്ക്വയർ പ്ലസ് a3x ക്യൂബ് എന്ന് പറഞ്ഞ് പോകുന്നു. സോ ഇതിൻ്റെ എന്തെടുക്കണം നമ്മൾ? ഇതിൻ്റെ ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഇതിൻ്റെ സീക്വൻസ് എഴുതുവാണ്. ഇതാണ് ഒരു സാധാരണ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സീക്വൻസ് എന്ന് പറഞ്ഞ് എഴുതത്തില്ലേ, അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കോഎഫിഷ്യൻ്റ് ഓർഡറിൽ എഴുതുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സീക്വൻസ് എന്ന് പറയുന്നത്. ഇപ്പം a0, ഇപ്പം ഇതിൻ്റെ കറസ്പോണ്ടിങ് സീക്വൻസ് a0, a1, a2 ഇതല്ല കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. a3 ഇങ്ങനെ പോകുന്നതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതിന് നമുക്ക് കിട്ടുന്ന ഏതോ ഒരു ഇക്വേഷനാണ് അതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. സോ ദിസ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ നമുക്കിവിടെ കിട്ടും. സോ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതുന്നത്? സീക്വൻസും ആ കറസ്പോണ്ടിങ് എക്സ്പാൻഷനും എഴുതുന്നത്. അപ്പം നമുക്കിവിടെ സീക്വൻസ് 1 1 1 എന്ന് അറിയാമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? അതിൻ്റെ എക്സ്പാൻഷൻ ഒന്ന് എഴുതി നോക്കിയേ. 1 1 1 ആണ് സീക്വൻസ് എന്ന് പറയുന്നത്. എക്സ്പാൻഷൻ ഒന്ന് എഴുതിക്കേ. a0 ഇറ്റ് ഈസ് 1. ഇനിയിപ്പം a1x എന്ന് പറയുമ്പോൾ a1 എന്താണ്? 1 ആണ്. 1 × x പ്ലസ് a2x സ്ക്വയർ. ഓക്കെ, 1 ഇൻറ്റു അതും a2ഉം 1 ആണ്. സോ 1 × x സ്ക്വയർ പ്ലസ് a3x സ്ക്വയർ, അതും 1 ആണ്. സോ അന്നേരം 1 × x ക്യൂബ്. സോ ഇങ്ങനെ പോകും അതിൻ്റെ എന്തെന്ന് പറയുന്നത്? എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സോ അപ്പം നമുക്ക് എന്താണ് ഈ ഒരു സീക്വൻസിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറയുമ്പം എന്താണ്? 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് പ്ലസ് അങ്ങനെ പോകും. സോ അന്നേരം ഇതെന്ന് പറയുന്നത് എന്താണ്? 1 1 1 1 അതാണ് സീക്വൻസ്. ഇതിൻ്റെ എക്സ്പാൻഷൻ. ഇതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1/1 - എക്സ് ആണ് ഇതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. എന്താണ്? 1/1 - എക്സ്. സോ അന്നേരം നിങ്ങൾക്ക് സീക്വൻസും അതിൻ്റെ എക്സ്പാൻഷനും ജനറേറ്റിംഗ് ഫംഗ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഇനി ഈ ഒരു ഇപ്പം നമ്മൾ ഈ ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് കിട്ടണമെങ്കിൽ നമ്മൾ പല സ്റ്റെപ്സൊക്കെ ചെയ്യണം. അതാണ് മുന്നോട്ട് വരുന്ന പ്രോബ്ലംസ്. നമുക്കൊരു സീക്വൻസ് തന്നിട്ട് അതിൽ നിന്ന് എങ്ങനെയാണ് ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതുന്നത്, അല്ലെങ്കിൽ തിരിച്ച് ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ തന്നിട്ട് എങ്ങനെയാകത്തുന്നൊരു സീക്വൻസ് എഴുതണം, അങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഇതിനകത്ത് പഠിച്ച ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സീക്വൻസിന് പല രീതിയിലുള്ള എന്ത് കിട്ടും? ജനറേറ്റിംഗ് ഫംഗ്ഷൻസ് ഒക്കെ കിട്ടും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, ഞാൻ ഒന്നുകൂടെ പറയാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിനകത്തൊരു ഡെറിവേറ്റീവ് എടുക്കുകയെന്ന് വിചാരിച്ചോ. ഈ ഒരു ഇതിന് നമ്മളൊരു ഡെറിവേറ്റീവ് എടുക്കുക. അപ്പം d/dx ഓഫ് 1/1 - എക്സ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് 1 + എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാൽ പോകുന്നു. സോ നമ്മൾ ഇതിൻ്റെ ഒരു ഡെറിവേറ്റീവ് എടുക്കുക. ഇപ്പം 1/1 - എക്സിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1/1 - എക്സിനെ എനിക്ക് 1 - x ഹോൾ റേസ് ടു -1 എന്ന് എഴുതരുതോ? എഴുതാം അല്ലേ? 1 - x ഹോൾ റേസ് ടു -1 എന്ന് എഴുതാം. ഇനി d/dx ഓഫ് എക്സ് റേസ് ടു n എന്താ? നിങ്ങൾ ഡെറിവേറ്റീവ് പഠിച്ചിട്ടുള്ളതല്ലേ? nx റേസ് ടു n-1 ഇതല്ലേ? n × x റേസ് ടു n-1 ഇതല്ലേ d/dx ഓഫ് x റേസ് ടു n എന്ന് പറയുന്നത്. സോ അപ്പം നമ്മൾ നോക്കിയേ, അത് ഈ ഒരു കേസ് നോക്കിയേ, d/dx ഓഫ്
1 മൈനസ് എക്സ് റേസ് ടു -1 എന്ത് കിട്ടുമെന്ന് നോക്കാം. ആദ്യം n എന്താ -1 -1 ഇൻറ്റു എക്സ് എന്താ 1 മൈനസ് എക്സ് റേസ് ടു n-1 ആണ്. n എന്ന് പറയുമ്പോൾ -1 -1 ഇൻറ്റു -1 എത്ര ആയിരിക്കും? -1 ഈസ് 2 അല്ലേ? -1 ഈസ് -2 ഇൻറ്റു ഇനി ഒരാളെയും കൂടെ നമ്മൾ സാധാരണ ഡെറിവേറ്റീവ് ചെയ്യാറുണ്ടല്ലോ. ഇതിനകത്ത് എന്തെങ്കിലും വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേകൂടെ ചെയ്യാറുണ്ടല്ലോ. 1ൻ്റെ ഡിഫറൻസിയേഷൻ എന്തോ എടുക്കുന്നത് 0, -xൻ്റെ ഡിഫറൻസിയേഷൻ എന്തുവാ -1, അങ്ങനെയും ചെയ്യത്തില്ലേ? ഡിഫറൻസിയേഷൻ ഓർമ്മയില്ലേ? സോ അന്നേരം ഇൻറ്റു -1. സോ ഇങ്ങനെ അത് മനസ്സിലായല്ലോ. n ഇൻറ്റു എക്സ് റേസ് ടു n-1 കഴിഞ്ഞിട്ട് എക്സിനകത്ത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. 1ൻ്റെ ഡിഫറൻസിയേഷൻ എടുത്ത് 0, കോൺസ്റ്റൻറ്റിൻ്റെ 0, -xൻ്റെ ഡിഫറൻസിയേഷൻ എടുക്കുമ്പം എന്ത് കിട്ടും? -1. സോ അപ്പം നമ്മൾ d/dx ഓഫ് 1 മൈനസ് എക്സ് റേസ് ടു -1 എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും? -1 ഇൻറ്റു 1 മൈനസ് എക്സ് റേസ് ടു -2 -1. ഇനി 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിന് എന്ത് പോവും? 1 ഇൻറ്റു 0, എക്സിന് 1, എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എക്സ് റേസ് ടു n, 2 ഇൻറ്റു എക്സ് റേസ് ടു ഓക്കെ എൻ എക്സ് റേസ് ടു n-1 അല്ലേ? 2 -1 2x1 പ്ലസ് ഇനിയിപ്പോൾ എക്സ് ക്യൂബ് വരുമ്പോൾ എന്തായിരിക്കും? 3x റേസ് ടു n-1 3 -1 ഈസ് സ്ക്വയർ. സോ അപ്പോൾ എന്ത് കിട്ടും? 0 പ്ലസ് എന്നൊക്കെ ചെയ്യാൻ മനസ്സിലായില്ലേ? 1ന് 0 കിട്ടും, എക്സിന് 1 കിട്ടും അല്ലേ? എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ 1 തന്നെയല്ലേ കിട്ടുന്നത്? എക്സ് സ്ക്വയർ എന്ന് പറയുമ്പം nx റേസ് ടു n-1, n ഈസ് 2, എക്സ് റേസ് ടു n-1, 2 -1 ഈസ് 1, 2x 3 എക്സ് ക്യൂബ് ആകുമ്പം 3x റേസ് ടു 3 -1 ദാറ്റ് ഈസ് 3x സ്ക്വയർ. സോ ഇങ്ങനെ പോകും. അപ്പം ഇതാണ് നിങ്ങളുടെ ഡെറിവേറ്റീവ് എടുത്ത് കിട്ടുന്നത്. സോ അന്നേരം ഇത്രയും ഇവിടെ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെറുതാക്കി എഴുതി നോക്കാം. -1 ഇൻറ്റു -1 മൈനസ് ക്യാൻസലായി പോകും. ഇനി 1 മൈനസ് എക്സ് റേസ് ടു -2 എന്ന് പറയുമ്പോൾ എന്താണ്? 1 മൈനസ് എക്സ് റേസ് ടു സ്ക്വയർ അല്ലേ? 1/1 മൈനസ് എക്സ് റേസ് ടു സ്ക്വയറിനെ അല്ലേ 1 മൈനസ് എക്സ് റേസ് ടു -2 ആയിട്ട് എഴുതുന്നത്. സോ അതിനെ ഞാൻ മാറ്റി എഴുതി. ഓക്കെ, എന്നിട്ട് ബാക്കി ഇവിടെ എത്ര ഉണ്ട്? 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ. ഇതാണ് ഇപ്പം കിട്ടിയിരിക്കുന്നത്. ഇപ്പം നോക്കിയേ, ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് സീക്വൻസ് എഴുതാൻ പറ്റത്തില്ലേ? സീക്വൻസ് എന്താ? A0 എന്താണ്? 1, A1 എന്താണ്? 2, എക്സിൻ്റെ കൂടെ ഉള്ള ആൾ A1, A2 എന്താണ്? 3. സോ അടുത്ത് 4 ആയിരിക്കും. സോ 1 2 3 4 എന്ന് പറയുന്ന ആ ഒരു സീക്വൻസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് നമ്മളുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഓർക്കുക, 1 2 3 4ൻ്റെ എന്താണ്? 1/1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. സോ ഇത്രയും കിട്ടിയല്ലോ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ജനറലായിട്ടുള്ള ടേംസിൽ നിന്ന് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കിയേ, 1/1 മൈനസ് എക്സ്, അതായത് 1 മൈനസ് എക്സ് റേസ് ടു -1 എന്നാണ് അതിൻ്റെ അർത്ഥം. ഇങ്ങനെ, അതായത് ഇവിടെ രണ്ടും സെയിം സിമ്പിൾ വരുമ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എഴുതുമ്പം നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എപ്പോഴും 1 പ്ലസ് എല്ലാം പ്ലസ് ആയിരിക്കും, എല്ലാം ഒരേ വാല്യൂ ആയിരിക്കും. 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ക്യൂബ് അങ്ങനെ പോകും. ഇനി നിങ്ങൾക്ക് കിട്ടുന്നത് ഡിഫറൻസ് ഇപ്പം 1/1 പ്ലസ് എക്സ് ആണെന്ന് വിചാരിച്ചു. 1/1 പ്ലസ് എക്സിൻ്റെ എങ്ങനെ ആയിരിക്കും? 1 പ്ലസ് എക്സ് റേസ് ടു -1, അതായത് ഇവിടെ പ്ലസും ഇവിടെ -1ഉം സിമ്പിളിന് വ്യത്യാസമുണ്ട്. അപ്പം നമ്മൾ 1 പ്ലസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയറിന് പകരം നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് മൈനസും പ്ലസ് ഇട്ട് കൊടുക്കണം. ഇവിടെ സിമ്പിളിന് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് എന്തിട്ട് കൊടുക്കണം? മൈനസും പ്ലസും. അപ്പോൾ 1 മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് അങ്ങനെ എഴുതിപ്പോണം. ഓക്കെ, അപ്പം ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, പ്ലസ് ആൻഡ് മൈനസിൻ്റെ ഡിഫറൻസ്. സോ നമ്മൾ ഡിഫറൻസിയേഷൻ വെച്ചിട്ട് നമുക്ക് 1 2 3 4ൻ്റെ കിട്ടി. ഓക്കെ, ഇനിയിപ്പം നെക്സ്റ്റ് നമ്മൾ ഒരു സ്കെയിലിംഗ് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല, സ്കെയിലിംഗ് എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മളൊരു ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഞാനിപ്പം ലാസ്റ്റ് കിട്ടിയത് എന്താ? 1/1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2x പ്ലസ് 3x സ്ക്വയർ എന്ന് പറഞ്ഞാണ് പോയത്. സോ അന്നേരം അതിൻ്റെ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? എക്സിനെ ഇൻറ്റു ചെയ്യാണ്. സോ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഞാൻ പറഞ്ഞ എന്തായിരുന്നു? നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. രണ്ടിടത്തും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. സോ ഇവിടെ നോക്കി, ഞാൻ എവിടെ മൾട്ടിപ്ലൈ ചെയ്തു? ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു, അതേപോലെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടും? x/1 മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അവിടെ മൾട്ടിപ്ലൈ ചെയ്തത് 1 ഇൻറ്റു എക്സ് ഈസ് എക്സ്, 2x ഇൻറ്റു എക്സ് ഈസ് 2x സ്ക്വയർ പ്ലസ് 3x സ്ക്വയർ ഇൻറ്റു എക്സ് ഈസ് 3
എക്സ് ക്യൂബ്. സോ അങ്ങനെ പോകും. സോ ഇതെല്ലാം ഇവിടെ കിട്ടിയിരിക്കുന്നത് എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 എക്സ് സ്ക്വയർ പ്ലസ് 3 എക്സ് പ്ലസ് 4 എക്സ് ക്യൂബ് എന്ന് പറഞ്ഞു പോയി. സോ ഇതിൻ്റെ എന്താണ് ഇവിടെ നോക്കിയേ, നിങ്ങൾ ഇതിനകത്ത് A0 ഉണ്ടോ? A0 വാല്യൂ ഉണ്ടോ? ഇല്ല. കാരണം എക്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. A0 വാല്യൂ 0 പ്ലസ് എക്സ് എന്നാ. അപ്പം 0, A1 എന്താ? എക്സിൻ്റെ കൂടെ ആരാ ഉള്ളത്? 1. ഓക്കെ. എക്സ് സ്ക്വയറിൻ്റെ കൂടെ ആരാ ഉള്ളത്? 2. എക്സ് ക്യൂബിൻ്റെ കൂടെ ആരാ ഉള്ളത്? 3. സോ അന്നേരം ഇവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത് എന്താണ്? 0 1 2 3. അപ്പുറത്തത് 1 2 3 ആയിരുന്നു. നമ്മളതിനൊന്ന് സ്കെയിലിംഗ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് എന്ത് കിട്ടി? 0 1 2 3 എന്ന് കിട്ടി. അപ്പം ഞാൻ സ്കെയിലിംഗ് പഠിപ്പിച്ചപ്പോഴേ പറഞ്ഞായിരുന്നു, നമുക്ക് സ്കെയിലിംഗ് ചെയ്യുമ്പോൾ എന്താ ഇപ്പുറത്തോട്ട് 2 3 4 5 0. ഇപ്പോൾ എനിക്ക് 3 0 0 0 0 1 2 3 എന്നായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ മതിയായിരുന്നു? 3 0 ആണെങ്കിൽ എക്സ് ക്യൂബ് വെച്ചിട്ട് ഇൻറ്റു ചെയ്താൽ മതി എല്ലായിടത്തും. മനസ്സിലായോ? രണ്ട് സൈഡിലും എക്സ് ക്യൂബ് വെച്ച് ഇൻറ്റു ചെയ്യുക. അത് ഞാൻ സ്കെയിലിംഗ് പഠിപ്പിച്ചപ്പം പറഞ്ഞായിരുന്നു എത്ര 0 ഇൻട്രൊഡ്യൂസ് ചെയ്യണോ അത്രയും എക്സ് വാല്യൂസ് നമ്മൾ ഇൻറ്റു ചെയ്യണമെന്ന്. ഇവിടെ നമ്മൾ കണ്ടല്ലോ. അന്നേരം ഇങ്ങനെയാണ് നമ്മൾ ഇത് കിട്ടുന്നത്. ഇനി വീണ്ടും നിങ്ങൾ അതിനെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. ഇതിനെ എക്സ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ നിങ്ങൾ തന്നെ ബുക്കിലൊന്നും ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറയുമ്പം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ഹോൾ ക്യൂബ് എന്ന് കിട്ടും. നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. അതിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 1 4 9 16 ആയിരിക്കും കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കുക. അതായത് ഇതിനെ നിങ്ങൾ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 1 പ്ലസ് എക്സ് ബൈ 1 മൈനസ് എക്സ് ഹോൾ റേസ് ടു ക്യൂബ് കിട്ടും. അതിൻ്റെ സീക്വൻസ് 1 4 9 16. സോ അന്നേരം നമ്മൾ ഇനിയിപ്പം അത് ഞാൻ പറഞ്ഞല്ലോ. ഇനിയിപ്പം ഞാൻ കുറച്ച് ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് സെയിമായിട്ട് മൈനസ് വന്ന എല്ലാം, അതായത് ഒരേ വാല്യൂ 1 മൈനസ് എക്സ് റേസ് ടു -1 ഒരേപോലെ വന്നാൽ എല്ലാം ഒരേപോലെ പ്ലസ് ഇടുക. ഇനിയിപ്പം ഡിഫറെൻ്റ് ആയിട്ട് വന്നാൽ ഓൾട്ടർനേറ്റ് ആയിട്ട് മൈനസും പ്ലസ്സും ആയിട്ട് ഇടുക. ഇനിയിപ്പം നോക്കിയേ, നമ്മളിനിയിപ്പം വേറൊരു രീതിയിലൂടെ നോക്കാം. 1 ബൈ 1 മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു, ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. എക്സിന് ഞാൻ ഇപ്പം ഒരു വാല്യൂ കൊടുത്തു, 2y എന്നൊരു വാല്യൂ കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പം 1 ബൈ 1 മൈനസ് 2y ഈസ് ഈക്വൽ ടു 1 പ്ലസ് 2y പ്ലസ് 2 സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് 2 ക്യൂബ് വൈ ക്യൂബ്. അപ്പം നിങ്ങൾ നോക്കിയേ, അന്നേരം ഇതിനകത്തെ എന്താണ് ഇതിൻ്റെ സീക്വൻസ് ഒന്ന് നോക്കിയേ. അതായത് 1 ബൈ എക്സിൻ്റെ സ്ഥാനത്തെല്ലാം ഞാൻ 2y കൊടുത്തു. സീക്വൻസ് എന്ന് പറയുമ്പം 1 2 2 സ്ക്വയർ 2 ക്യൂബ് അങ്ങനെ പോകത്തില്ലേ. അതായത് 1നെ വേണമെങ്കിൽ എനിക്ക് 2 റേസ് ടു 0 എന്നിടാം. അപ്പോൾ എന്താണ് 2 റേസ് ടു 0 2 റേസ് ടു 1 2 സ്ക്വയർ 2 ക്യൂബ് അങ്ങനെ പറയുന്നതിൻ്റെ അങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പാൻഷനായിട്ട് നിങ്ങൾക്ക് എന്ത് എഴുതാൻ പറ്റും? 1 ബൈ 1 മൈനസ് 2y. ഇനിയിപ്പം 3 റേസ് ടു 0 3 റേസ് ടു 1 3 സ്ക്വയർ 3 ക്യൂബ് ഇതിൻ്റെ ഒരു ഇങ്ങനെയുള്ളതിൻ്റെ ഒരു ജനറേറ്റിംഗ് സീക്വൻസിൻ്റെ ഒരു ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതാം? എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്താൽ മതി? 3y കൊടുത്താൽ മതി. എന്താ? എക്സിൻ്റെ സ്ഥാനം 3 ആയതുകൊണ്ട് 3y കൊടുത്താൽ മതി. ഇനി അന്നേരം നമുക്ക് ജനറലായിട്ട് എന്ത് പറയാൻ പറ്റും? 1 ബൈ 1 മൈനസ് എ എക്സ് എന്തു ആയിക്കട്ടെ ഇസ് ഈക്വൽ ടു 1 പ്ലസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് എ ക്യൂബ് എക്സ് ക്യൂബ് അങ്ങനെ പോകുന്നു. സോ അന്നേരം നമുക്ക് ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഏതോ ഒരു കോഎഫിഷ്യൻ്റ് ഇട്ട് നമ്മൾ എഴുതിയെന്ന് വിചാരിച്ചോ. അതിൻ്റെ എക്സ്പാൻഷനും എങ്ങനെ ആയിരിക്കും? 1 പ്ലസ് എക്സിൻ്റെ സ്ഥാനത്ത് എനിക്ക് എന്താണ്? എ എക്സ് ആണ് കിടക്കുന്നത്. എ എക്സ് പ്ലസ് എന്താണ് എക്സ് സ്ക്വയർ വരുമ്പോൾ എന്ത്? എ സ്ക്വയർ എക്സ് സ്ക്വയർ അങ്ങനെ പോകും. സോ അന്നേരം 1 ബൈ 1 മൈനസ് എ എക്സ് എന്ന് പറയുന്നത് എന്തിനെ അതിൻ്റെ ജനറേറ്റിംഗ് സീക്വൻസ് അപ്പോൾ എന്താണ്? A0 a റേസ് ടു 0 a റേസ് ടു 1. ഏതിപ്പം 3 ആ കൊടുത്തെങ്കിൽ 3 റേസ് ടു 0 3 റേസ് ടു 1 3 റേസ് ടു 2 3 റേസ് ടു 3 അങ്ങനെ പോകത്തില്ലേ. അന്നേരം 1 ബൈ 1 മൈനസ് എ എക്സ് ജനറേറ്റ്സ് ദിസ് സീക്വൻസ്. മനസ്സിലായോ? അതായത് നിങ്ങളോട് ചോദിക്കുകയാണ് റൈറ്റ് ദ സീക്വൻസ് ഓഫ് റൈറ്റ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് 4 റേസ് ടു 0 4 സ്ക്വയർ 4 റേസ് ടു 1 4 സ്ക്വയർ 4 ക്യൂബ് ഇങ്ങനെ പറയാം. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി? ഡയറക്റ്റായിട്ട് 1 ബൈ 1 മൈനസ് എ എക്സാ. എൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താ? 4 1 ബൈ 1 മൈനസ് 4x അല്ലെങ്കിൽ 1 ബൈ 1 മൈനസ് 4y അങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായല്ലോ? സോ ഇതാണ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് വീണ്ടും ഞാൻ പല രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ഇനി വീണ്ടും ഞാൻ അതിനെ 1/1 - x-നെ 2 വെച്ച് സ്കെയിൽ ചെയ്യാന്ന് വെച്ച് എക്സിന് പകരം ഞാൻ എന്ത് വെച്ച് സ്കെയിൽ ചെയ്യാൻ പോവുക? 2 വെച്ചിട്ട് സ്കെയിൽ ചെയ്യാൻ പോവുക. അപ്പം 2 × 1 - x ഇസ് ഈക്വൽ ടു ഓരോന്നും വേണ്ട 2 × 2 × 1 2x² + 2x³ ഇതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ അതിൻ്റെ സീക്വൻസ് എന്താ? 2, 2, 2 ഇങ്ങനെ പോകും. അന്നേരം 2, 2, 2, 2 എന്ന് പറഞ്ഞ് പോകുന്നതിൻ്റെ എന്താണ് ഇക്വേഷൻ എന്ന് പറയുന്നത്? 2/1 - x. ഇനിയിപ്പം ഞാൻ സ്കെയിൽ ചെയ്യുന്നത് 3 വെച്ചിട്ടായിരുന്നു എന്ന് വിചാരിച്ചോ. അപ്പം 3 × 1 - x 3 × 1 × 1 - x അല്ലേ? 3/1 - x 3 + 3x. ഇതൊക്കെ എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ. 1/1 - x എന്ന് പറയുന്നത് എന്താണ്? 1 + x + x² + x³ എന്ന് പോകുന്നതാണ്. ഇവിടെ ഞാൻ 3നെ വെച്ച് ഇൻറ്റു ചെയ്തപ്പം 3/1 - x ഇസ് ഈക്വൽ ടു 1 × 3 3 പ്ലസ് എക്സിൻ്റെ കൂടെ 3x x²ൻ്റെ 3x² പ്ലസ് അങ്ങനെ പോകുന്നു. സോ എന്നാൽ ഇതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനെ നോക്കിയേ. A0 3 A1 3 A2 3 സോ ഇങ്ങനെ പോകും. അപ്പം 3 3 3 3 എന്ന് പറയുന്നതിൻ്റെ എന്തെഴുതാൻ പറഞ്ഞാൽ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നത്? 3/1 - x. അപ്പം 4 4 4ൻ്റെ ആകുമ്പം 4/1 - x. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? A/1 - x is the generating function of sequence in the A/1 - x എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്? ഏത് വാല്യൂ വേണമെങ്കിലും ആകാൻ പറ്റും. അപ്പം ഞാൻ എന്തൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു? 1/1 - x ആണ് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. 1/1 - x എന്ന് പറയുമ്പോൾ 1 + x + x² എന്ന് പറഞ്ഞ് പോകും. 1/1 + x വരുവാണെങ്കിൽ നേരെ തിരിച്ച് നമ്മൾ ഓൾട്ടർനേറ്റീവായിട്ട് മൈനസും പ്ലസ് ഇടണം. പിന്നെ 1 2 3 4 ആണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ഇങ്ങനെ ഇവിടെ കിട്ടി. പിന്നെ എന്താണ് നമ്മൾ സ്കെയിലിംഗ് ചെയ്യുമ്പോൾ നമ്മൾ 0 വാല്യൂവിന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത്രയും വാല്യൂ എക്സ് വാല്യൂ കൊടുത്താൽ മതി. പിന്നീട് എന്താണ് നമുക്കിപ്പം വന്നിരിക്കുന്നത് 2^1 2² അങ്ങനെ ആണെങ്കിൽ 1 ഇപ്പം ഏതാണോ 2 ആണോ 3 ആണോ 4 ആണോ വന്നേ നോക്കുക. അതനുസരിച്ചിട്ട് അതിനെ എ വാല്യൂ ആയിട്ട് എടുത്തിട്ട് 1/1 - ax. ഇനിയിപ്പം നമ്മളതല്ല നമുക്ക് 2 2 2ൻ്റെയാണ് കിട്ടേണ്ടതെങ്കിൽ 2/1 - x ആയിരിക്കും നമ്മളുടെ വാല്യൂ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമുക്ക് പല രീതിയിൽ നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഞാൻ പറയുന്നത് ഇതെല്ലാം ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്, ഓരോ ടേംസ് ഒന്ന് സമ്മറൈസ് ആവാൻ വേണ്ടി. ഇനിയിപ്പം ഞാൻ 2 ടേം എടുത്തിട്ടുണ്ട്. 1/1 - x-ഉം 1/1 + x. ഞാൻ പറഞ്ഞിരുന്നു 1/1 - x എന്ന് പറയുമ്പം 1 + x + x² + x³ഉം 1 + x എന്ന് പറയുമ്പം 1 - x + x² - x³ + x4 എന്ന് പറഞ്ഞ് പോകും. സോ ഇതിനെ തമ്മിൽ നമുക്കൊന്ന് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 1/1 - x + 1/1 + x എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഇതെല്ലാം ആഡ് ചെയ്യണം. സോ അപ്പം നമുക്ക് ഈ ഒരു സൈഡ് നോക്കാം. ഈ ഒരു സൈഡിൽ നോക്കുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1 + x ഇവിടെ വരും, 1 - x ഇവിടെ വരും. 1 - x × 1 + x ഇസ് ഈക്വൽ ടു 1 + 1 is 2. ഇനി x - x പോയി. ഓക്കെ, അത് പോയി. x² + x² is 2x². ഓക്കെ, നെക്സ്റ്റ് എന്തായിരിക്കും ഇവിടെ? -x³ - x³ അതും പോയി. അന്നേരം നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന ഈവൻ വാല്യൂസ് മാത്രമല്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പം x³ വരും, x³ - x³ പോകും. നെക്സ്റ്റ് x⁴ വരും, അത് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഇവിടെ മൈനസ് അല്ലല്ലോ, പ്ലസ് അല്ലേ? അന്നേരം x⁴ + x⁴ 2x⁴. സോ അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 2 + 2x² + 2x⁴ + 2x⁻6 എന്ന് പറഞ്ഞ് പോകും. ബാക്കിയൊക്കെ ഈ ഒരു കേസിൽ ഇവിടെ മൈനസ് വരുന്നത് കൊണ്ടാണ്. -x -x³ എന്നൊക്കെയല്ലേ അവിടെ വരുന്നത്, അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കിയാൽ 1 + x + 1 - x എക്സും എക്സൂടെ പോവും, ബാക്കി 2 ഉണ്ട്. 2/1 - x × 1 + x അതെന്താ? a - b × a + b is a² - b². That is 1² - x² is equal to, ഇതിനകത്തുനിന്ന് എനിക്ക് എന്ത് കോമൺ എടുക്കാൻ പറ്റും? 2നെ കോമൺ എടുക്കാൻ പറ്റും. 2നെ കോമൺ എടുത്താൽ 1 + x² + x⁴ എന്ന് പറഞ്ഞ് കിട്ടും. ഇനി ഇവിടെ 2നെ ഞങ്ങളുടെ ക്യാൻസൽ ചെയ്തു. അപ്പം 1/1 - x² is equal to 1 + x² + x⁴. അപ്പം നിങ്ങൾ നോക്കിയേ, ഇപ്പം നിങ്ങൾക്കൊരു ജനറേറ്റിംഗ് ഫംഗ്ഷനും ഒരു എക്സ്പാൻഷനും കിട്ടി. ഇതിൻ്റെ സീക്വൻസ് എന്താ? A0 ഉണ്ട്, A1 ഉണ്ടോ? അതായത് A1x ഉണ്ടോ? എക്സ് എന്നൊരു ടേമേ അവിടെ ഉണ്ടോ? ഇല്ല. അപ്പം 0. നെക്സ്റ്റ് x² ഉണ്ട്, അതിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. x³ ഉണ്ടോ? ഇല്ല, 0. ഇനി
എക്സ് റേസ് ടു 4 ഉണ്ടോ? ഉണ്ട്. സോ അന്നേരം ഇതാണ് ഇതിൻ്റെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 1 0 1 0 1 എന്ന് പറഞ്ഞ് പോകുന്ന സീക്വൻസിൻ്റെ എക്സ്പാൻഷനാണ് 1/1 - x² എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അല്ല നിങ്ങൾ ഇതിൻ്റെ ഒന്ന് സോ ഹൗ ഡു വി ഒബ്റ്റെയിൻ x + x³ + x റേസ് ടു 5 + x റേസ് ടു 7. ഇവിടെ എല്ലാം നമ്മൾ എന്താ കിട്ടിയത്? ഈവൻ നമ്പേഴ്സ് ആയിരുന്നു. ഈവൻ നമ്പേഴ്സിനെ കിട്ടുന്നതിന് വരെ ഓഡ് നമ്പേഴ്സ് വെച്ച് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനെ ഒന്ന് മൈനസ് ചെയ്താൽ പോരെ. അല്ല ഒന്നും വേണ്ട, നിങ്ങൾ ഇതിനെ മൈനസ് ചെയ്യുമ്പം കിട്ടുന്ന വാല്യൂസ് ഒന്ന് നോക്കിയാൽ മതി. 1/1 - x - 1/1 + x ഒന്ന് മൈനസ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഫംഗ്ഷനാണ് കിട്ടുന്നതെന്ന് നോക്കണം. ഏത് ജനറേറ്റിംഗ് ഫംഗ്ഷനാണ്, ഏത് ജനറേറ്റിംഗ് സീക്വൻസ് ആണ്. സോ അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു. ഇങ്ങനെ ഓരോ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടുകയാണ്? പല ടൈപ്പ് ഓഫ് ജനറേറ്റിംഗ് ഫങ്ഷൻസും പല ടൈപ്പ് ഓഫ് ജനറേറ്റിംഗ് സീക്വൻസസും കിട്ടുകയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം. സോ എന്നിപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് പ്രോബ്ലംസൊക്കെ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതിന് ചില ആൻസേഴ്സ് ഒന്നും കിട്ടത്തില്ല. സോ എന്നാൽ ഇത് വെച്ചിട്ട് നോക്കാം. ഫൈൻഡ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദ സീക്വൻസ് 3 7 11 15 19 23. സോ നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ എന്ത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു? ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ A0 എന്ന് പറയുമ്പോൾ എന്താണ്? 3, A1 7, A2 11, A3 15, A4 19. ഓക്കെ, ഇനി A5 23. ഇവിടെ കോമൺ ആയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചറിയാം. എല്ലാ കേസിലും അങ്ങനെ വരണമെന്നില്ല. ഇവിടെ കോമൺ ആയിട്ട് ശ്രദ്ധിച്ചറിയാം. 7 - 3 എത്രയാണ്? 4. 7ഉം 3യുടെ മൈനസ് ചെയ്താൽ 11 - 7 എത്രയാണ്? 4. 15 - 11 എത്രയാണ്? 4. 19 - 15 എത്രയാണ്? 4. 23 - 19 എത്രയാണ്? 4. സോ അന്നേരം ഇതൊരു ഇവിടെ ഒരു ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം സെയിം ആയിട്ട് കാണും. അത് നിങ്ങൾക്ക് എന്താണ് ആ ഡിഫറൻസ് എന്ന് താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും. അത് എഴുതണമെന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെയുള്ള പ്രോബ്ലംസ് നിങ്ങൾക്കിത് ചെയ്യുമ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ എങ്ങനെ ഇതിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും? സ്കെയിലിംഗ് വെച്ച് പറ്റുമോ? ഡിഫറൻസിയേഷൻ വെച്ച് പറ്റുമോ? അതോ അഡീഷൻ വെച്ച് പറ്റുമോ? നിങ്ങൾക്ക് അറിയത്തില്ല. സോ അപ്പം ഞാനൊരു ജനറൽ മെത്തേഡ് പറഞ്ഞുതരാം. ജനറൽ മെത്തേഡ് എന്ന് പറയുമ്പം നമുക്ക് ലെറ്റ് A = നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്താണ്? A0 + A1x + A2x² അങ്ങനെ പോകുന്നതാണ് നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിനെ നമ്മൾ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷൻ്റെ ടേമിൽ എഴുതാൻ പോവാം. A = A0 3 + A1x, A1 എത്രയാണ്? 7, 7x + A2 is 11, 11x² + അടുത്തത് 15x³ അങ്ങനെ പോകും. സോ ഇതാണ് A എന്ന് പറയുന്നത്. നമ്മൾ A എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ ജനറേറ്റിംഗ് ഫംഗ്ഷനായിട്ട് എഴുതി. എന്നിട്ട് നമ്മൾ ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്യാണ്. എക്സ് വെച്ചിട്ട് ഞാനൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാണ് രണ്ട് സൈഡിലും. ഇവിടെ എന്താണ്? XA ആകും. ഇവിടെ ആകുമ്പോൾ 3x + 7x². എക്സ് വെച്ച് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. 11x² എന്ന് പറയുമ്പോൾ 11x³ + 15x റേസ് ടു 4. സോ അങ്ങനെ നമ്മൾ ഓരോന്നും ഇൻറ്റു ചെയ്തു. ഇനി നോക്കാം, ഇതിനെ ഇക്വേഷൻ 1 എന്നും ഇതിനെ ഇക്വേഷൻ 2 എന്നും എടുക്കാം. ദിസ് ഈസ് ഇക്വേഷൻ 1 ആൻഡ് ദിസ് ഈസ് ഇക്വേഷൻ 2. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം. നമ്മൾ ഇക്വേഷൻ 1 മൈനസ് ഇക്വേഷൻ 2 ചെയ്തു. എന്താണ് ഇക്വേഷൻ 1 - ഇക്വേഷൻ 2? അതായത് ഇക്വേഷൻ 1 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? A = എന്ന് പറഞ്ഞായിരുന്നു. സോ A മൈനസ് ഇപ്പുറത്ത് ഞാൻ കാണിക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? A - XA അല്ലേ? ഇക്വേഷൻ 1നെ ഇക്വേഷൻ 2ൽ നിന്ന് മൈനസ് ചെയ്തേക്കാണ്. ഇനി 3 മൈനസ് ചെയ്യാൻ അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം 3 അതുപോലെ എഴുതി. ഇനി അടുത്തത് 7x - 3x എത്രയാണ്? 7ൽ നിന്ന് 3x പോയ എത്രയാണ്? 4x + അടുത്തത് 11x²ഉം 7x² മൈനസ് ചെയ്യാമല്ലോ. 11x² - 7x², അത് എത്രയാണ്? 4x². കണ്ടോ ഡിഫറൻസ്? ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതി എല്ലാം 4 തന്നെ വരത്തുള്ളൂ. 15x³ + 11x³, ദാറ്റ് ഈസ് 4x³. എല്ലാ കേസിലും ഇങ്ങനെ വരത്തില്ല, ഈ ഒരു കേസ് മാത്രം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മുന്നോട്ട് ഏത് ചെയ്താലും എനിക്ക് എന്തേ കിട്ടത്തുള്ളൂ? 4 തന്നെ കിട്ടും. 4x⁴ എന്ന് പറഞ്ഞ് പോകും. സോ അന്നേരം ഇവിടെ ഇപ്പം എന്ത് കിട്ടി? A - XA = 3 + 4x + 4x² + 4x³ + 4x⁴ എന്ന് പറഞ്ഞ് പോയി. സോ ഇതാണിപ്പം നമുക്ക് മൈനസ് ചെയ്തപ്പം കിട്ടിയത്. എന്നിട്ട് ഇവിടെ ഞാൻ Aനെ എന്തായിട്ട് എടുത്തു? കോമൺ ആയിട്ട് എടുത്തു. Aനെ ഞാൻ കോമൺ ആയിട്ട് എടുത്തു. ഇൻറ്റു 1 - x = 3 + 4x. സോ അന്നേരം ഇവിടെ എനിക്ക് എന്തിനെ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റും? ഇവിടെ നോക്കിയേ, 4xനെ കോമൺ ആയിട്ട് എടുക്കരുതോ? 4xനെ കോമൺ എടുത്തു കഴിഞ്ഞാൽ ആദ്യത്തെ ഇത് 1 ആകും. പ്ലസ് ഇവിടെ x വരും, x² വരും,
എക്സ് ക്യൂബ് വരും, അങ്ങനെ പോകും. സോ അന്നേരം നമുക്ക് ഈ 1 + x + x² + x³ എന്താ നമുക്കറിയാവുന്ന ടേം തന്നെയാണ്. എന്താ അത്? 1/1 - x അല്ലേ, 1/1 - x. ഇവിടെ ഞാൻ എന്നെ കോമൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ആ ജനറേറ്റിംഗ് ഫംഗ്ഷൻ കിട്ടേണ്ടത്, എ അല്ലേ നമ്മുടെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ. സോ എ = എന്ന് വേണം നമ്മൾ എഴുതാൻ വേണ്ടി. അപ്പോൾ നോക്കിയേ, എ = ഇതിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇൻറ്റു അല്ല, എന്നിട്ട് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്ത് വരും? രണ്ടിനകത്തും ഡിവിഷനായിട്ട് വരത്തില്ലേ? രണ്ടിലും വരും. ഇപ്പം 3/1 - x. ഓക്കെ, അതുപോലെ ഇവിടെയും വരും 4x/1 - x × 1 - x, വിച്ച് ഈസ് 1 - x². സോ ഇപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് 3/1 - x + 4x/1 - x². സോ ദിസ് ഈസ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് ദ സീക്വൻസ്. നമുക്ക് തന്ന സീക്വൻസിൻ്റെ ജനറേറ്റിംഗ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇതാണ്. സോ അപ്പോൾ എങ്ങനെ കണ്ടുപിടിച്ച് തന്ന നമ്പറിനെ ഒരു ജനറേറ്റിംഗ് ഫംഗ്ഷനായിട്ട് എഴുതുക, എക്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, രണ്ടും കൂടെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്തതിന് ശേഷം മാക്സിമം നമുക്കറിയാവുന്ന വാല്യൂയിലോട്ട് 1 - x 1 + x 1 - x² നമുക്കറിയാവുന്ന കുറച്ച് ജനറൽ ടേംസ് ഉണ്ടല്ലോ, ആ വാല്യൂയിലേക്ക് മാറ്റാൻ നോക്കുക. മാറ്റിയിട്ട് ഫൈനൽ ആൻസർ എഴുതുക. സോ ദിസ് ഈസ് നോൺ ആസ്, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. നെക്സ്റ്റ് നോക്കിയേ, ഫൈൻഡ് ദ ജനറേറ്റിംഗ് ഫംഗ്ഷൻ ഫോർ ദ സീക്വൻസ് 1 - 1 2 - 2 3 - 3 4 - 4 5 അങ്ങനെയൊക്കെ പോയി. സോ നേരത്തെ പോലെ തന്നെ ഞാൻ എന്തെഴുതി? a = a0 എന്ന് പറയുന്നത് എന്താണ്? 1. ഓക്കെ, 1 മൈനസ് a1 എന്ന് പറയുന്നത് -1 പ്ലസ് 2x² - 2x³. ഓക്കെ, അതായത് ഞാൻ ഓർഡർ അനുസരിച്ച് എഴുതിയതാണ്. a0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, a1 എന്ന് പറയുന്നത് -1 ആണ്, -x ആണ്. നെക്സ്റ്റ് a2 എന്ന് പറയുന്നത് 2 ആണ്, 2x². a3 എന്ന് പറയുന്നത് -2 ആണ്, -2x³. ഓക്കെ, 3x² -3 -3x⁵. സോ അങ്ങനെ പോകും a എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ എന്തിനെ ഇൻറ്റു ചെയ്തു? എക്സിനെ ഇൻറ്റു ചെയ്തു. അപ്പോൾ 1ൻ്റെ കൂടെ x വരും, x² പ്ലസ് 2x⁵, അതിന് പോലെ 2x³. സോ അങ്ങനെ പോകും. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ നോക്കിയേ 1. ഓക്കെ, അത് ഒന്നുമായിട്ട് മൈനസ് ചെയ്യാനില്ല, അത് പോയി. ഇനി -x - x വിച്ച് ഈസ് -2x, 2x² -x², which is 3x², -2x³ - 2x³ which is -4x³ പ്ലസ് അടുത്തത് എന്തായിരിക്കും? അപ്പം 5x⁴. അതൊരു ഓർഡർ കീപ്പ് ചെയ്യുന്നുണ്ടല്ലോ. സോ അതങ്ങനെ പോയി. സോ ഇവിടെ 3x⁵ അല്ലേ, 6x⁵ ആണ്, എഴുതിയപ്പം തെറ്റിയതാണ്. സോ അപ്പം ഞാൻ അതങ്ങനെ പോയി. ഇപ്പം ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ എ ഞാൻ കോമൺ എടുത്തു, a(1 - x). ഇനി ഇത് നോക്കിയേ, 1 - 2x പ്ലസ് 3x² - 4x³. ഇത് നിങ്ങൾ എവിടെയെങ്കിലും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണോ? ഞാൻ പറഞ്ഞായിരുന്നു, ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? 1 + x എന്നാണ്. അതായത് 1 - x പ്ലസ് x² - x³ എന്ന് പറഞ്ഞു പോകുന്നത് എന്താണെന്നാണ് പറഞ്ഞത്? നമ്മളുടെ ഓപ്പോസിറ്റ് 1 + x⁻⁻1 ആണ് ഇതെന്ന് പറയുന്നത്. 1 + x⁻⁻1. സോ ഇവിടെ ഇതെല്ലാം നോക്കിയേ, ഒന്ന് ഡബിൾ ചെയ്തല്ലേ വന്നേക്കുന്നത്. ഇപ്പം ഇത് അന്നേരം, അല്ലെങ്കിൽ ഇത് നിങ്ങൾ ജനറലി ഞാൻ പഠിച്ചു വെക്കാൻ പറഞ്ഞ കുറേ ടേംസ് ഉണ്ട്, ഇവിടെ നോക്കിയാൽ മതി. നിങ്ങളത് നോക്കിയേ, കണ്ടോ? 1/1 - x² എന്തായിരുന്നു കിട്ടിയത്? 1/1 - x² കിട്ടിയത് എന്തായിരുന്നു? 1 + 2x + 3x² അല്ലേ? അന്നേരം അതിനെ ഓൾട്ടർനേറ്റീവായിട്ട് പ്ലസും മൈനസും എഴുതണമെങ്കിൽ അന്നേരം എന്തായിരിക്കും? 1/1 + x². ഓർത്ത് വെക്കുക, ഇങ്ങനെയുള്ള കുറച്ച് ജനറൽ ടേംസ് നിങ്ങളുടെ മനസ്സിൽ കണ്ടിരിക്കണം. 1 2 3 4ൻ്റെ എന്താണ്? 1/1 - x² ആണ്. അത് തന്നെ ഓൾട്ടർനേറ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ 1/1 + x² ആണ്. സോ അന്നേരം ഇവിടെ നോക്കിയാൽ, ഇവിടെ അന്നേരം നമ്മളിവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് എഴുതി വെച്ചേക്കുക. 1 2 3യുടെ തന്നെ സീക്വൻസ് ആണ്. പക്ഷേ ഓൾട്ടർനേറ്റ് പ്ലസും മൈനസും വന്നതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/1 + x². ഓക്കെ, അപ്പോൾ നമ്മളത് കുറച്ച് ടേംസ് കാണാതെ പഠിച്ചു വെച്ചിരിക്കണം. സോ എന്നിട്ട് a × 1 - x = 1/1 + x². സോ എന്നിട്ട് ഈ 1 - x ഇപ്പുറത്ത് കൊണ്ടുവന്നപ്പം 1/1 + x² × 1 - x. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. ഇനിയിപ്പം
നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം തന്നൊരു ഹോംവർക്കാണ്, ഒരാളെന്നോട് ഡൗട്ട് ചോദിച്ചിരുന്നു. അന്നേരം ഇതുപോലെ നിങ്ങൾ ബാക്കിയെല്ലാം ഒന്ന് ചെയ്ത് നോക്കുക, അപ്പം കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് തന്നൊരു ഹോംവർക്ക്. ഓക്കെ, അപ്പം നമ്മളിതിന് എ എന്ന് പറഞ്ഞ് എഴുതി. എ എന്ന് പറഞ്ഞ് എഴുതുമ്പോൾ 1 + x + x² + 3x³ + x⁴ ഇങ്ങനെയല്ലേ കിട്ടത്തുള്ളൂ. നമ്മൾ എ വെച്ചിട്ട് എഴുതും, എന്നിട്ട് എക്സ് വെച്ച് ഇൻറ്റു ചെയ്തു, മൈനസ് ചെയ്തു. മൈനസ് ചെയ്യുമ്പോൾ നോക്കിയേ 1 അതുപോലെ പോയി, എക്സും കൂടെ മൈനസ് ആകും, x² കൂടെ മൈനസ് ആകും, 3x³ - x³ ഇത് 3x³ - x³ എന്ന് പറയുമ്പോൾ 2x³, x⁴ - 3x⁴ is -2x⁴. ഇതെല്ലാം പോകും, ഇതെല്ലാം ക്യാൻസൽ ആവും. സോ ഇതാണ് അവസാനമായിട്ട് വരുന്നത്. ഇവിടെ നിന്ന് ഞാൻ കോമൺ എടുത്തു, a = എന്നിട്ട് ഇവിടെ എനിക്ക് എന്ത് കോമൺ എടുക്കാൻ പറ്റും, 2x³ കോമൺ എടുക്കാൻ പറ്റും. ഓക്കെ, 1 - x അകത്ത് വരും കോമൺ എടുക്കുമ്പം. ഈ 1 - xനെ ഞാൻ താഴോട്ട് ഇൻറ്റു ചെയ്യും കൊണ്ടുവന്നു. അപ്പം 1/1 - x + 2x³, ഇവിടെ 1 - x/1 - x വരും, അത് രണ്ടോടെ ക്യാൻസലാകും. റിസൾട്ട് ഈസ് ദിസ് വൺ. സോ ഇങ്ങനെയാണ് ജനറേറ്റിംഗ് ഫങ്ഷൻസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.